നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുതിത്ത മെട്ടടവ് എന്നുള്ളൊരു അടവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ തട്ടടവ് പഠിച്ചു, നാട്ടടവ് പഠിച്ചു, പരവലടവും പഠിച്ചു. തട്ടടവ് 8 എണ്ണം, നാട്ടടവ് 8 എണ്ണം, പരവലടവ് 4 എണ്ണം. അപ്പം ഇനി അടുത്തത് പഠിക്കാനുള്ളത് കുതിത്ത മെട്ടടവ്. കുതിത്ത മെട്ടടവ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുതിത്ത മെട്ടടവും 4 എണ്ണമാണുള്ളത്. കുതിത്ത മെട്ടടവ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, കുതിച്ചിട്ട് മെട്ടുക, ചവിട്ടുക. അങ്ങനെയാണ് കുതിത്ത മെട്ടടവ് ചെയ്യുന്നത്. 4 എണ്ണമാണുള്ളതെന്ന് പറഞ്ഞു. ആദ്യ താളത്തിലാണ് കുതിത്ത മെട്ടടവും വരുന്നത്. നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. കുതിത്ത മെട്ടടവ് 1. ആദ്യം നമുക്ക് സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അരമണ്ഡലം ഇരുന്ന് കാലിങ്ങനെ കുതിച്ച് തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. കുതിച്ചിട്ട് അവിടെ തന്നെ ചവിട്ടുക. ഇനി ഒന്നാമത്തെ കുതിത്ത മെട്ടടവിൻ്റെ കൈ എങ്ങനെയാണെന്ന് നോക്കാം. അളപത്മം, കടകാമുഖം, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തെയ്ഹ എന്ന് പറയുമ്പോൾ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. കൈയും കാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തോം തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇങ്ങനെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് 3 സ്പീഡിലും ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ കുതിത്ത മെട്ടടവ് ചെയ്യുമ്പോഴും നമ്മൾ അളപത്മവും കടകാമുഖവും തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പിന് മാറ്റമില്ല. 4 കുതിത്ത മെട്ടടവിലും കാൽ ഒരേപോലെ തന്നെയാണ്. കൈകളിൽ വരുന്ന മുദ്രകളും കൈ ചെയ്യുന്നതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കുതിത്ത മെട്ടടവ് ചെയ്യുമ്പോൾ ഇടത്തെ കൈയിൽ നാട്യാരംഭം പിടിക്കുന്നു, ഇവിടെ കടകാമുഖം, എന്നിട്ട് തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഈ സൈഡ് വരുമ്പോൾ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെയാണ് കൈകൾ വരുന്നത്. സ്റ്റെപ്പും കൈയും കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തോം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെ രണ്ടാമത്തെ കുതിത്ത മെട്ടടവ് ചെയ്യും. മൂന്നാമത്തെ കുതിത്ത മെട്ടടവ് ചെയ്യുന്നത് തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെയാണ് സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ മാറ്റമില്ല, കൈ മാത്രം മാറുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ ചെയ്യട്ടെ നോക്കാം. ധളം കുതക്കത്തി കുതക്കത്ത ദിങ്കിണ തോം തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി. ഇങ്ങനെയാണ് മൂന്നാമത്തെ ചെയ്യുന്നത്. ഇനി നാലാമത്തെ കുതിത്ത മെട്ടടവ് എങ്ങനെ ചെയ്യട്ടെ നോക്കാം. നാലാമത്തെ കുതിത്ത മെട്ടടവ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ കടകാമുഖം, അളപത്മം, അതുകൂടാതെ ത്രിപതാകയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യട്ടെ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നേരത്തെ ചെയ്തത് തന്നെ. മുദ്രകൾ കൈ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി.
മനസ്സിലായോ? എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തെയ്ഹ ചെയ്യുമ്പോൾ തെയ്ഹ ഇത്രയും ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കണം. തെയ്ഹ തെയ്ഹ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആദ്യം തെയ്ഹ എന്നിങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് തെയ്ഹി. അടുത്തതിന് ഇങ്ങനെ വന്നു. വീണ്ടും തെയ്ഹ തെയ്ഹി. അടുത്ത സ്റ്റെപ്പിന് ഈ തൃപ്പതാക ഇവിടെ തലയുടെ മുകളിൽ ഇവിടെ വെച്ചിട്ട് അപ്പൊ ഇങ്ങോട്ട് ചെരിഞ്ഞ് തെയ്ഹ തെയ്ഹി. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ കൈ ഇവിടെ വരുമ്പോൾ തൃപ്പതാക തന്നെ. എന്നിട്ട് ഈ കൈയില് തെയ്ഹ തെയ്ഹി. ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ദളം കുതകതി കുതകത ദിങ്ങിണതോ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇനി ലെഫ്റ്റ് സൈഡ് തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇങ്ങനെയാണ് 4 കുതിത്തമെട്ടടവും ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ പറയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിലെല്ലാം നന്ദി. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.